Listen here. Formation of seasons. The earth spins on its axis. At the same time, it goes around the sun in an elliptical path called orbit. The movement of the earth around the sun is called a revolution. The time taken by the earth to complete one revolution around the sun is about 1 year, means 365 and 4 days. The earth's revolution causes the formation of seasons. We already say that we are different seasons we get. അല്ലേ നമുക്ക് ഒരുപാട് seasons ഉണ്ട് അല്ലേ? The earth spins on its axis. We already say that the earth spins on its axis. എപ്പോഴും ഭൂമി അതിന്റെ ആക്സിസിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? At the same time, it goes around the sun in an elliptical path called orbit. What does orbit? Orbit means it is the elliptical path. It goes around the sun in an elliptical path. സൂര്യന് ചുറ്റും ഭൂമി ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പാതയിൽ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അതിനെയാണ് നമ്മൾ എലിപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുക. ആ കൃത്യമായിട്ടുള്ള ഒരു വഴിയിൽ കൂടെ എപ്പോഴും ഇങ്ങനെ ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. The movement of the earth around the sun is called a revolution. സൂര്യനു ചുറ്റുമുള്ള ഭൂമിയുടെ ഈ കറക്കത്തിനെയാണ് നമ്മൾ revolution എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതാണിത്. The time taken by the earth to complete one revolution around the sun. ഈ ഇതേപോലെ ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റി വരണമെങ്കിൽ എത്ര നാൾ എടുക്കും എന്നാ പറയുന്നേ? ഒരു വർഷം. ജോയല് തുടങ്ങിയ റോഡിലേക്കാണ് നോട്ടം അല്ലെ ജോയലേ? ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ? Then അങ്ങനെ ഭൂമി എപ്പോഴും സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് സീസൺസ് ഉണ്ടാവുന്നത് അല്ലേ? ഭൂമി ഡയറക്റ്റ് ആയിട്ട് സൂര്യന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ സമ്മർ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡിൽ വിന്റർ ആയിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നന്നായിട്ട് സൺലൈറ്റ് വരുന്ന സ്ഥലത്ത് സമ്മറും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വിന്ററും ആയിരിക്കും. ആൻഡ് ഹൗ ടു ഫോം ഡേ ആൻഡ് നൈറ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുക? അതായത് ഒരു ഭാഗം ഭൂമിയുടെ ഒരു ഭാഗം എങ്ങനെ സൂര്യന്റെ അടുത്ത് വരുന്ന സമയത്ത് അവിടെ ഡേയും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും നൈറ്റും ആയിരിക്കും അല്ലേ? വീണ്ടും ഭൂമി റിവോൾവ് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഡേ ആൻഡ് നൈറ്റിൽ ചേഞ്ചസ് ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എല്ലാ ദിവസവും സയൻസിന്റെ ടെക്സ്റ്റ് മറക്കാതെ വായിച്ചു നോക്കണം. കാരണം ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. നമുക്ക് ടൈം കിട്ടുകയാണെങ്കിൽ ഒരു റിവിഷനും കൂടി നമുക്ക് വെക്കാം പെട്ടെന്ന് തന്നെ തീർത്തിട്ട്. ഈ പോർഷൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു കുഞ്ഞു പോർഷൻസ് ആണ്. ഇതുപോലെ സ്പേസുമായിട്ടും സണ്ണുമായിട്ടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനും കൂടിയാണ് വരുന്നത്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് റിവിഷനും കൂടെ വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. റിവിഷന്റെ ടൈം ആകുമ്പോഴേക്കും എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ടൈം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സിനോട് ചോദിച്ചിട്ടോ ആ ടൈമിൽ റിവിഷൻ വെക്കും. ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ട് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. എന്താ മോളെ നിത വീഡിയോ ഓൺ ചെയ്തേ നിത? Then the moon. അടുത്ത ടോപ്പിക് മൂണിനെ കുറിച്ചാണ് അല്ലേ പറയുന്നത്. The moon is round like the sun. It moves around the earth. That is why it is called a satellite of the earth. The moon is the satellite of the earth. We already studied that. എപ്പോഴും ഭൂമിയുടെ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? മൂൺ ആണ് അല്ലേ? Moon is the satellite of the earth and the moon is about 3,84,400 kilometer away from the earth. ഭൂമിയിൽ നിന്ന് എത്ര ദൂരെയാണ് മൂൺ ഉള്ളത്, ചന്ദ്രൻ ഉള്ളത്? 3,84,400 kilometer away from the earth. ഭൂമിയിൽ നിന്ന് മൂണിലേക്ക് പോവുകയാണെങ്കിൽ എത്ര ദൂരം ഉണ്ടാവും? 3,84,400 kilometer away from the earth. The moon completes one rotation on its axis. We already say that. നമ്മളെ ആരാണ്? ഭൂമി എപ്പോഴും അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ always the moon spinning on its axis. സൂര്യനും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ അച്ചുതണ്ടിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു തവണ ചന്ദ്രന് എന്ത് ചെയ്യണമെങ്കിൽ അതിന്റെ കറക്കം അല്ലേ ഇങ്ങനെ കറങ്ങി ഒരു തവണ ഫിനിഷ് ചെയ്യണമെങ്കിൽ മൂണിന് 27 ആൻഡ് എത്ര ദിവസം വേണം? 27 ദിവസവും വേണം എന്നാണ് പറയുന്നത്. 27.25 ദിവസം എന്നാ പറയുന്നത്. Then it takes the same time to complete one revolution around the earth.
അത് അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങാൻ എടുക്കുന്ന അതേ സമയം തന്നെയാണ് എന്ത് വേണ്ടത്? എർത്തിന്, ഭൂമിക്ക് ചുറ്റും കറങ്ങാനും സൂര്യന് വേണ്ടത് എന്നാ ചന്ദ്രന് വേണ്ടതെന്നാ പറയുന്നത്. Then the moon has no light of its own. It shines because it reflects the light of the sun. മൂണിന് അല്ലേ, ചന്ദ്രന് നമ്മൾ കാണുമ്പോൾ എന്താണ്, നല്ല നിലാവ് ഉണ്ടാവാറുണ്ട്. ബട്ട് ചന്ദ്രൻ അതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. ഇറ്റ് ഷൈൻസ് ബിക്കോസ് ഇറ്റ് റിഫ്ലെക്ട്സ് ദ ലൈറ്റ് ഓഫ് ദ സൺ. സൺലൈറ്റ് കൊണ്ടാണ് എപ്പോഴും നമുക്ക് തോന്നുന്നത് അല്ലേ, എന്താണ് ചന്ദ്രന് ലൈറ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ ചന്ദ്രന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. ഇറ്റ് ഷൈൻസ് because of the reflex of the light of the sun എന്നാ പറയുന്നത്. മനസ്സിലായോ എന്താണ് the moon എന്നുള്ളത്? Listen here, ഒരു തവണ കൂടെ പറയാം, നന്നായിട്ട് ശ്രദ്ധിക്കണം. നിഹാര ഇവിടെ ശ്രദ്ധിക്കണേ മോളെ. Okay, the moon, it's about the moon. മൂണിനെ കുറിച്ചാണ് പറയുന്നത്. We know that moon is a satellite of the earth. നമ്മുടെ ഭൂമിയുടെ ഒരു സാറ്റലൈറ്റ് ആണ് മൂൺ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. Then the moon is round like the sun. We know that. സൂര്യനെ കാണുന്ന പോലെ തന്നെയാണ് ചന്ദ്രനും. എന്താണ്? റൗണ്ട് ഇൻ ഷേപ്പ് ആണ് അല്ലേ. ഇനി ഡിഫറെന്റ് ഷേപ്സ് ഓഫ് മൂൺസ് ഒക്കെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് മൂൺ എന്നുള്ള ഭാഗം നന്നായി ശ്രദ്ധിച്ചാലേ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് മനസ്സിലാവുള്ളൂ. പലതരത്തിലുള്ള ചന്ദ്രന്റെ ഷേപ്പിനെ കുറിച്ചാണ് നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദ മൂൺ, ചന്ദ്രൻ എന്നുള്ളത് എങ്ങനെയാണ്, മൂണിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാവും. The moon is round like the sun. We know that അല്ലേ. സൂര്യനെ പോലെ എന്താണ് ചന്ദ്രനും റൗണ്ട് ഇൻ ഷേപ്പ് ആണ്. It moves around the earth. We know that. എപ്പോഴും അത് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. That is why it is called a satellite. എപ്പോഴും ഭൂമിയുടെ ചുറ്റും ഇങ്ങനെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് പറയുന്നത്? സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. മൂണിനെ അതുകൊണ്ടാണ് നമ്മൾ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി ഒരു പ്ലാനറ്റ് ആണ്, അതിന്റെ സാറ്റലൈറ്റ് ആണ് ആര്? മൂൺ. Okay, then the moon is about 3,84,400 kilometer away from the earth. 3,84,400 കിലോമീറ്റർ ദൂരമുണ്ട് എവിടേക്ക്? നമ്മുടെ എർത്തിൽ നിന്ന് എങ്ങോട്ട്? മൂണിലേക്ക് എന്നാ പറയുന്നത്. Then the moon completes one rotation on its axis in 27 days. 27 ദിവസം എന്നാ പറയുന്നത്. ഞാൻ 27 കുറച്ച് ഒരു ദിവസം മുഴുവൻ വേണ്ട, 27.25 ദിവസം. Then it takes the same time to complete one revolution. അതായത് മൂൺ ഇങ്ങനെ അതിന്റെ ആക്സിസിൽ കറങ്ങാൻ എടുക്കുന്ന അതേ സമയം തന്നെ എവിടെയും വേണം? ഭൂമിയുടെ ചുറ്റും കറങ്ങാനും വേണം. The moon has no light of its own. It shines. The moon has no light its own. നമ്മൾ പഠിച്ചു അല്ലേ, എന്താണ്? ചന്ദ്രന് അതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. ബട്ട് ഇറ്റ് ഓൾവേസ് റിഫ്ലക്ട്. നമ്മൾ എപ്പോഴും കാണുമ്പോൾ അത് എപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഉള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അതെന്താണ്? ദാറ്റ് ഇസ് റിഫ്ലെക്ട്സ് the light of the sun. It reflects the light of the sun. അത് സൂര്യന്റെ പ്രകാശം ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് എന്നാ പറയുന്നത്. മനസ്സിലായോ? The moon. Okay, ജോയൽ അതൊന്ന് വായിച്ചു മോനെ. The moon is round like the sun. It moves around the earth. That is WHY. എന്താ വായിക്കാൻ മോനെ ജോയലേ? That is
ലിസൺ. അപ്പൊ നമ്മൾ പറഞ്ഞത് മൂണിനെ കുറിച്ചാണ്. ദ മൂൺ ഈസ് റൗണ്ട് ലൈക്ക് ദ സൺ. സൂര്യനെ പോലെ റൗണ്ടിൽ തന്നെയാണ്. ഇറ്റ് മൂവ്സ് അറൌണ്ട് ദ എർത്ത്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് എ സാറ്റലൈറ്റ്. വായിക്കുമ്പോൾ ടെക്സ്റ്റിൽ തന്നെ നോക്കുക, എന്നാലേ അറിയാത്ത വേർഡ് വായിക്കാൻ കിട്ടൂ. ഇത് ഞാനിവിടെ പറയുമ്പോൾ റോഡിലോട്ട് നോക്കിയിരുന്നാലാണ് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാവുക, വായിക്കാൻ കിട്ടില്ല. The moon is about 3,84,400 kilometers away from the earth. The moon completes one rotation on its axis on 27 days. It takes the same time to complete one revolution around the earth. The moon has no light of its own. It shines because it reflects the light of the sun. Okay. Then ചന്ദ്രനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. Then പറയാൻ വേണ്ടി പോകുന്നത് phases of the moon. നമ്മുടെ ചന്ദ്രന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ്, അതായത് പലതരം ഷേപ്പിൽ നമുക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. വിവിധ ഘട്ടങ്ങൾ ഉണ്ടല്ലേ ചന്ദ്രന്. എല്ലാ ദിവസവും നല്ല റൗണ്ട് ഷേപ്പിൽ മുഴുവൻ ചന്ദ്രനെ നിങ്ങൾ കാണാറുണ്ടോ? ഉണ്ടോ? എല്ലാ ദിവസവും നല്ല റൗണ്ടിലുള്ളതാണോ കാണാറ്? അല്ല, ചില ദിവസം പകുതി ഉണ്ടാവും അല്ലെ. ചില ദിവസം ഏതെങ്കിലും ക്ലൗഡിന്റെ ഉള്ളിൽ പോയ പോലെ കുറച്ച് മാത്രം പുറത്ത് കാണാം. അങ്ങനെ പല പല ഫേസസിൽ നമ്മൾ മൂണിനെ കാണാറുണ്ട് അല്ലെ. അപ്പൊ അതിനെയൊക്കെ എന്താ പറയാ, എങ്ങനെയാണ് എന്നുള്ളതാ പറയാൻ വേണ്ടി പോകുന്നേ. ജോയലേ, ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ല, ശ്രദ്ധിക്കുന്നില്ല. Then phases of the moon due to changes in the position of the earth. അതായത് ഭൂമിയുടെ പൊസിഷൻസ് മാറുമ്പോ, ഭൂമിയുടെ സ്ഥാനത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോ the moon appears to change its shape. ഭൂമിയുടെ പൊസിഷനിൽ മാറ്റം വരുമ്പോ എന്ത് കാണാൻ പറ്റും നമുക്ക്? The moon appears to change its shape. ചന്ദ്രനും അതിന്റെ ഷേപ്പിൽ മാറ്റം വരുത്തുന്നത് കാണാൻ വേണ്ടി പറ്റും എന്നാ പറയുന്നത്. When the moon is in between the earth and in the sun. When the moon is in between the earth and sun. അതായത് ചില സമയത്ത് ചന്ദ്രൻ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ വരുമ്പോ, ശരിക്കും ശ്രദ്ധിക്കുക, എവിടെ വരുമ്പോ? When the moon is in between earth and the sun. സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ ആര് വരുമ്പോ? ഇതാ വീഡിയോ ഓൺ ചെയ്തേ. ആര് വരുമ്പോ? നമ്മുടെ സൂര്യൻ വരുന്ന സമയത്ത്, ഭൂമിയുടെയും സൂര്യന്റെയും നടുക്ക് സൂര്യൻ വരുമ്പോ, ചന്ദ്രൻ വരുമ്പോ we do not see the moon at all. നമുക്ക് മുഴുവനായിട്ടും ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല എന്നാ പറയുന്നേ. അതായത് ചില സമയത്ത്, നിത എന്തിനാ ഇടയ്ക്കിടെ വീഡിയോ ഓഫ് ചെയ്യുന്നേ? നിത, ആദ്യം പറഞ്ഞത് മനസ്സിലായില്ലേ? വീഡിയോ ഓഫ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായോ ഇല്ലയോ? Yes or no? Then why you turn off your video? Then phases of the moon ആണ് പറയുന്നത്. Due to changes in the position of the earth. ഭൂമിയുടെ സ്ഥാനത്തിൽ മാറ്റം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? The moon appears to change its shape. ഭൂമിയുടെ പൊസിഷനിൽ മാറ്റം വരുമ്പോ ചന്ദ്രൻ അതിന്റെ ഷേപ്പിലും മാറ്റം വരുത്തുന്നു എന്നാ പറയുന്നേ. When the moon is in between the earth and the sun. ഈ മൂൺ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ വരുന്ന സമയത്ത് നമുക്ക് മുഴുവനായിട്ട് ഈ ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല. It is called the new moon. അതിനെയാണ് നമ്മൾ ന്യൂ മൂൺ എന്ന് പറയുന്നത്. അതായത് ചന്ദ്രൻ സൂര്യന്റെയും ഭൂമിയുടെയും ഇടയിൽ വരുമ്പോ മുഴുവനായിട്ട് നമുക്ക് ഈ ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല. ആ സമയത്തുള്ള ചന്ദ്രനെ നമ്മൾ ന്യൂ മൂൺ എന്ന് പറയും. അമാവാസ്യ, അതായത് നമ്മുടെ അമാവാസി എന്ന് പറയാറുണ്ടല്ലേ. ഡു യു ഹേർഡ് അബൌട്ട് അമാവാസ്യ ആൻഡ് അമാവാസി? അമാവാസി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ്, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അമാവാസി, പൗർണമി, രണ്ട് തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ആൻഡ് വാട്ട് ഈസ് അമാവാസി? അമാവാസിയിൽ സ്പെഷ്യാലിറ്റി എന്താ? എന്താ ഉണ്ടാവുക മോളെ നിഹാര അമാവാസിയില്? എന്താ മോളെ? ചക്കായിരുന്നോ? ഓക്കെ, അമാവാസിയിൽ എന്താ ഉണ്ടാവുക, എങ്ങനെയാണ് അമാവാസിയുടെ സ്പെഷ്യാലിറ്റി എന്ന് അറിയോ?
ആർക്കെങ്കിലും അറിയോ അമാവാസിക്ക് എന്താ ഉണ്ടാവുകയെന്ന്? അമാവാസി എങ്ങനെയായിരിക്കും ചന്ദ്രൻ എന്ന്? അമാവാസി എന്ന് കേട്ടിട്ടുണ്ട്. അമാവാസി ദിവസം വളരെ ഇരുട്ടായിരിക്കും അല്ലെ, ഒട്ടും തന്നെ വെളിച്ചം ഉണ്ടാവില്ല. അന്ന് നമ്മൾ നോക്കിയാല് ചന്ദ്രന് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. ആകാശത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ ഇരുട്ടായിരിക്കും. ചന്ദ്രൻ വരുമ്പോ കുറച്ച് മൂൺ ലൈറ്റ് ഉണ്ടാവും അല്ലെ, നിലാവ് ഉണ്ടാവും. പക്ഷെ ഈ അമാവാസി ദിവസം മുഴുവൻ ഇരുട്ടായിരിക്കും. ആകാശത്ത് നോക്കിയാൽ എവിടെയും നമുക്ക് ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഏത് ദിവസമാണ് അമാവാസി വരുന്നതെന്ന് വെച്ചാല് the moon is in between the sun and earth. ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിലായിട്ട് ആര് വരുമ്പോ? ചന്ദ്രൻ വരുമ്പോ അന്ന് ചന്ദ്രന്റെ ലൈറ്റ് മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അതിനെയാണ് ന്യൂ മൂൺ. ആൻഡ് എക്സാമിന് ചോദിക്കാം, വാട്ട് ഇസ് ന്യൂ മൂൺ, വാട്ട് ഇസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ന്യൂ മൂൺ എന്നൊക്കെ ചോദിക്കാം. അപ്പോ എന്തെഴുതണം? the moon is in between sun and earth. that is called new moon and അമാവാസ്യ എന്ന് പറയുന്നു. മനസ്സിലായോ? അതായത് ആ ദിവസം അമാവാസി ദിവസം ചന്ദ്രന്റെ പ്രസൻസ് നമുക്ക് എവിടെയും കാണാൻ വേണ്ടി പറ്റില്ല. then 2 or 3 days after, പിന്നെ അമാവാസി കഴിഞ്ഞിട്ട് 2 അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ we see only a part of the moon. അമാവാസി കഴിഞ്ഞ് 2 or 3 ദിവസം കഴിയുമ്പോൾ നമുക്ക് ചന്ദ്രന്റെ കുറച്ച് ഭാഗം മാത്രം കാണാൻ വേണ്ടി പറ്റും. മുഴുവൻ റൗണ്ടിൽ കാണാൻ വേണ്ടി പറ്റില്ല. വളരെ കുറച്ച് മാത്രം ഇങ്ങനെ പുറത്ത് കാണാം. ആകാശത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രന്റെ കുറച്ച് ഭാഗം ഇങ്ങനെ പുറത്ത് കാണാൻ വേണ്ടി പറ്റും. This is called crescent moon. ഇതിനെയാണ് നമ്മൾ crescent moon എന്ന് പറയാ. അതായത് ചന്ദ്രക്കല എന്ന് പറയും അല്ലേ. എന്താണ്, തേങ്ങാക്കൊത്ത് മാതിരി ഉണ്ട്, അമ്പിളിമാമൻ എന്ന് പറയാറില്ലേ നമ്മൾ, ഇങ്ങനെ ഒരു പകുതി കാണാറുണ്ട് ചന്ദ്രക്കല എന്ന് പറയുന്ന രീതിയിൽ അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? crescent moon എന്ന് പറയാ. ദാ crescent moonന്റെ പിക്ചർ നെക്സ്റ്റ് പേജിൽ ഉണ്ട്, നോക്കുക. this is crescent moon. ഇതിനെ ചന്ദ്രക്കല എന്ന് നമ്മൾ പറയാറില്ലേ. ഇത്ര പോലെ മാത്രം നമ്മൾ പുറത്ത് കാണും അല്ലേ. ഇത്തിരി കുറച്ചൊരു ചന്ദ്രക്കല ഇങ്ങനെ കാണും. പകുതിയും ഇല്ല, വളരെ കുറച്ച് ഭാഗം മാത്രം പുറത്ത് കാണും. അപ്പം അമാവാസി കഴിഞ്ഞ് 2 or 3 ദിവസം കഴിയുമ്പോഴാണ് എന്ത് കാണാൻ പറ്റുക? നമുക്കിങ്ങനെ crescent moon കാണാൻ വേണ്ടി പറ്റുക, ചന്ദ്രക്കലയെ കാണാൻ വേണ്ടി പറ്റുക. it is called crescent moon. then within a week we see half of the moon. പിന്നെ അവിടുന്ന് ഒരാഴ്ചക്കുള്ളിൽ ആ 2 or 3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ crescent moon കണ്ടു കഴിയുമ്പോൾ എന്താ ജെവിൻ? ഞാൻ crescent moon കണ്ടിട്ടുണ്ട്. crescent moon കണ്ടിട്ടുണ്ട് അല്ലേ. അതായത് അമാവാസി കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ, അമാവാസി കഴിഞ്ഞ് 2 or 3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്ത് കാണാം? ചെറിയൊരു ചന്ദ്രക്കല ഇങ്ങനെ കാണാം. കുറച്ച് ഭാഗം മാത്രം ഇങ്ങനെ ചന്ദ്രന്റെ ഭാഗം കാണാറുണ്ട്. ആ കാണുന്നതിനെയാണ് crescent moon എന്ന് പറയുന്നത്. then അവിടുന്ന് വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ചന്ദ്രന്റെ എന്ത് കാണാൻ വേണ്ടി പറ്റും? പകുതി ഭാഗം പുറത്ത് കാണാൻ വേണ്ടി പറ്റും. ഇത്തിരി പോലെ പുറത്ത് കാണുന്നത് കഴിഞ്ഞിട്ട് ഇത്തിരിയും കൂടെ ഭാഗം, ഏകദേശം പകുതിയോളം ഭാഗം within a week we see half of the moon. ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ചന്ദ്രന്റെ പകുതി കാണാൻ വേണ്ടി പറ്റും. അതിനെ നമ്മൾ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയും അല്ലേ. ഫസ്റ്റ് ക്വാർട്ടറിന്റെ പിക്ചർ തന്നിട്ടുണ്ടോ? okay, half moon ആണല്ലേ. അത് half moon തന്നെയാണ്, പകുതി ഭാഗം. സെക്കൻഡ് പിക്ചർ നോക്കുക. ഇതേപോലെ പകുതി ഭാഗം നമുക്ക് പുറത്ത് കാണാൻ വേണ്ടി പറ്റും. അതിന് ഫസ്റ്റ് ക്വാർട്ടർ എന്നാ പറയാ. നമ്മളിപ്പോ പഠിച്ചു ഏതൊക്കെയുണ്ട് ഫേസസ്. ന്യൂ മൂൺ, ക്രസന്റ് മൂൺ, ഫസ്റ്റ് ക്വാർട്ടർ, ഇത്രയും നമ്മൾ പറഞ്ഞു. പകുതി വരെ കാണുമ്പോൾ അതിനെ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയും. when we see more than half of the moon, it is called the gimbus moon. അതായത് നമ്മൾ പകുതിയിലധികം പുറത്ത് കാണുമ്പോൾ അല്ലേ, ആദ്യം നമ്മൾ ചന്ദ്രനെ കാണുന്നേ ഇല്ല, അന്ന് അമാവാസിയാണ്, അതിനെ നമ്മൾ ന്യൂ മൂൺ എന്ന് പറയും. അവിടുന്ന് 2 or 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ക്രസന്റ് മൂണിനെ കാണും, ചെറിയൊരു ചന്ദ്രക്കല മാത്രം കാണും. അവിടുന്ന് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ എന്ത് കാണും? പകുതി ഭാഗം പുറത്ത് കാണും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പകുതിയിലധികം ഭാഗവും പുറത്തേക്ക് കാണാം. ഇതിന് നമ്മൾ ഗിംബസ് മൂൺ എന്ന് പറയുന്നു. then within 2 weeks
we see the full moon. ഈ ഗിംബസ് മൂൺ പകുതിയിലധികം ഭാഗവും പുറത്ത് കണ്ടിട്ട് പിന്നെ ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഫുൾ മൂണിനെ കാണാൻ വേണ്ടി പറ്റും. ന്യൂ മൂണിൽ നിന്ന് നമ്മൾ നിദ ഫാത്തിമ എന്താ അവിടെ ചെയ്യുന്നത്? നിദ എന്താ ഫോണിന്റെ അടുത്ത് വെച്ചിട്ടുള്ളത്? നിദ, can you hear me? ഇതെന്താ ഫോണിന് കവർ ചെയ്ത് വെച്ചിട്ടുള്ളത് നിദ? നിദ അൺമ്യൂട്ട് ചെയ്തേ. നിദ അൺമ്യൂട്ട് ചെയ്തേ. can you hear me? then അവിടുന്ന് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മൾ ഫുൾ മൂണിനെ കാണും. അപ്പൊ നമ്മൾ എന്ത് കാണും? കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ അവിടെ നമ്മൾ ഫുൾ മൂണിനെ കാണും. അതിനെയാണ് പൂർണിമ എന്ന് പറയുന്നത്. പൗർണമി അല്ലേ? അമാവാസിയും പൗർണമിയും കേട്ടില്ലേ? അമാവാസി നല്ല ഇരുട്ടായിരിക്കും, പൂർണിമയിൽ എന്തായിരിക്കും? നല്ല നിലാവ് ഉണ്ടാവും അല്ലേ? സോ ചന്ദ്രന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് ആണ് ഇത്. എന്തൊക്കെയാണ്? ന്യൂ മൂൺ, ക്രസന്റ് മൂൺ, ഫസ്റ്റ് ക്വാർട്ടർ, ഗിംബസ് മൂൺ, ഫുൾ മൂൺ. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇതൊക്കെ ഫേസസ് ഓഫ് ദ മൂൺ ആണ്. then after that the size of the moon appears to decrease again. അത് കഴിഞ്ഞാൽ പൗർണമി കഴിഞ്ഞ് ഫുൾ മൂണിനെ നമ്മൾ കണ്ടു കഴിയുമ്പോൾ വീണ്ടും ചന്ദ്രന്റെ വലുപ്പം ഡിക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും? ഡിക്രീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഡിക്രീസ് എന്ന് വെച്ചാൽ എന്താണ്? കുറയാൻ വേണ്ടി തുടങ്ങും അല്ലേ? അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ ഇറ്റ് സീംസ് ടു ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. കുറേ ദിവസം കഴിയുമ്പോൾ പൗർണമിയിൽ നമ്മൾ കാണുക വലിയ ചന്ദ്രനെയാണ് അല്ലേ? നല്ല ഫുള്ളായിട്ട് വലിയ ചന്ദ്രനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് കുറേ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചന്ദ്രന്റെ വലിപ്പം ഡിക്രീസ് ചെയ്ത് ഡേ ടു ഡേ ഇത് സ്മോളർ ആൻഡ് സ്മോളർ ആയിട്ട് വരും. ചെറുതായി ചെറുതായി വരും. when it completes the circle we cannot see the moon. വീണ്ടും അതിങ്ങനെ ചെറുതായി 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 വന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ചന്ദ്രനെ കാണാൻ വേണ്ടി പറ്റില്ല. അതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ എന്ത്? അമാവാസി എന്ന് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ? അതിനെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ അമാവാസി എന്ന് പറയുന്നത്. ചന്ദ്രനെ ആദ്യം നമ്മൾ കാണുന്നേ ഇല്ല. പിന്നെ ചെറിയൊരു ക്രസന്റ് മൂൺ ആയിട്ട് കണ്ടു, ചെറിയൊരു ചന്ദ്രക്കല പോലെ കണ്ടു. പിന്നെ ഫസ്റ്റ് ക്വാർട്ടർ കണ്ടു. പിന്നെ എന്താണ്? ഫുൾ മൂൺ, ഗിംബസ് മൂൺ ആയി. പിന്നെ ഫുൾ മൂൺ ആയി. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? വീണ്ടും അമാവാസിയിലേക്ക് പോകും അല്ലേ? വലുതായ ചന്ദ്രൻ വീണ്ടും ചെറുതായി 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 അവസാനാകുമ്പോ എന്ത്? ചന്ദ്രനെ കാണാനേ പറ്റില്ല. കുറഞ്ഞു 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 വരും. പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയേ പറ്റില്ല എന്നുള്ളതാണ്. So the increasing and decreasing sizes of the moon are called the phases of the moon. ഇങ്ങനെ ചന്ദ്രന്റെ വലുപ്പം കുറയുന്നതും കൂടിക്കൊണ്ടിരിക്കുന്നതിനെയാണ് നമ്മൾ ചില സമയത്ത് ചന്ദ്രന്റെ വലുപ്പം കുറയുന്നു, വീണ്ടും കൂടുന്നു, വീണ്ടും അവിടുന്ന് കുറയുന്നു, then again കൂടുന്നു. ഇതിനെയാണ് നമ്മൾ phases of the moon, ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ അല്ലേ? ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത് ഇതിനെയാണ്. മനസ്സിലായോ phases of the moon? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി വളരെ ചെറിയൊരു പോർഷൻ കൂടെ പറഞ്ഞാൽ ഈ പോർഷൻ തീരും. ഇനി പറയാനുള്ളത് വളരെ ചെറുതാണ്. സ്റ്റാർസും ഇന്ത്യൻ ആസ്ട്രോണമേഴ്സും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നന്നായിട്ട് പറയാൻ പറ്റുന്ന, പഠിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. ഇന്ത്യൻ ആസ്ട്രോണമേഴ്സും സ്റ്റാർസും, നക്ഷത്രങ്ങളെ കുറിച്ചും പിന്നെ ഈ നക്ഷത്രങ്ങളൊക്കെ പെടുന്ന ജ്യോതിശാസ്ത്രത്തിന്റെ കാര്യവും ഒക്കെയാ പറയുന്നത് ട്ടോ. അപ്പോ ഇത് നന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ വായിച്ചു നോക്കുക. ഏത്? നെക്സ്റ്റ് 2:30 അല്ലേ നമ്മുടെ ക്ലാസ് ഉള്ളത്? ആ ക്ലാസ്സിൽ വരുമ്പോഴേക്കും ദ മൂൺ ഫേസസ്, ഫോർമേഷൻ ഓഫ് സീസൺ, ദ മൂൺ, ഫേസസ് ഓഫ് ദ മൂൺ, ഇത് മൂന്നും വായിച്ചിട്ട് വേണം വരാൻ. ഞാൻ ചോദിക്കും എന്താണ് ക്രസന്റ് മൂൺ, എന്താണ് ന്യൂ മൂൺ, എന്താണ് ഗിംബസ് മൂൺ എന്നുള്ളത് ഞാൻ ചോദിക്കും. കേട്ടോ ജോയലേ?
വായിച്ചിട്ടേ വരണ്ടു. അത് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർസും ഇന്ത്യൻ ആസ്ട്രോണമേഴ്സും കൂടെ പറഞ്ഞാൽ ഈ പോർഷൻ ഫിനിഷ് ആകും. പിന്നെ വരുന്നത് എന്താണ്? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് പുതിയ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം. വളരെ കുറച്ചേ ഉള്ളൂ പുതിയ നെക്സ്റ്റ് പോർഷൻ. ദെൻ അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് റിവിഷനും കൂടെ വെച്ചിട്ട് പോകാം. ഞാൻ എന്തായാലും റിവിഷൻ വെക്കും. ആദ്യം തൊട്ടേ ഉള്ള പോർഷൻ പഠിച്ചിട്ടേ വരേണ്ടതുള്ളൂ റിവിഷനിൽ. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ലെസൺസും കൂടെ തീർത്തിട്ട് എന്തായാലും റിവിഷൻ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യാ? നന്നായി പഠിക്കണം. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ 2:30 ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഫോർമേഷൻ ഓഫ് സീസൺസ്, ദ മൂൺ, ഫേസസ് ഓഫ് ദ മൂൺ, ഇത് മൂന്നും വായിച്ചു നോക്കിയിട്ട് വേണം വരാൻ. ഓക്കെ, ദെൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ടൈം ഏകദേശം ഫിനിഷ് ആയി. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി പറയാം.